അപ്പോൾ പതിപോലെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഹാവീർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് കമ്പനീസിൻ്റെ മെറ്റീരിയൽ നമ്മൾ കാണിക്കുന്നുണ്ട്, ലാൽജിവാലും മഹാവീറിനും. എല്ലാം 290 കട്ട്സിൽ വന്നായിട്ടാണ്. 143 പ്ലസ് GST ആണ് റേറ്റ് വരുന്നത്. GST ഉൾപ്പെടെ 150 രൂപ അടുത്തേക്ക് റേറ്റ് വരും. അപ്പോൾ എല്ലാവരും എല്ലാ ഡിസൈൻസും കാണുക, വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ ഒരുപാട് നല്ല ഡിസൈൻസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് അയക്കാനാണെങ്കിലും നൈറ്റ് അയക്കാനാണെങ്കിലും പറ്റിയ വൈറ്റ് ഗോൾഡിൻ്റെ നല്ല കിട്ടിലും പ്രിൻ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഷോപ്പ് വന്നത് മൂവാറ്റുപുഴയാണ്. നിങ്ങൾക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പർച്ചേസ് ചെയ്യാം, അല്ല ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട് അയച്ച് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. സ്ക്രീൻഷോട്ട് ആരും അയക്കുകയൊന്നും വേണ്ട. നമുക്ക് അല്ലാണ്ട് തന്നെ ചോദിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഫോട്ടോ കിട്ടും. ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ GSM വന്നിട്ട് 275 മുതൽ 280 GSM ഒരു ക്വാളിറ്റി വന്ന ഐറ്റംസാണ്. ഇപ്പോൾ ഈ കാണുന്നത് മഹാവീറിൻ്റെ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്ങാണ് ഈ രാജവാടി പ്രിൻറ്റിൻ്റെ. എന്ന് വെച്ചാൽ അത്ര നല്ല മനോഹരമായ ഡിസൈൻസാണ് ഇവർ ഏറ്റവും കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്നത്. 290 കട്ട്സാണ്. നമ്മുടെ പഴയ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം, നമ്മൾ ഓൺലൈൻ തുടങ്ങുന്ന സമയം മുതൽ മഹാവീറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ എന്നാ പറയണേ കുറച്ച് മറ്റുള്ള ബ്രാൻഡുകളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇടയ്ക്ക് മഹാവീർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് ഡിസൈൻ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളതും മഹാവീറിൻ്റെ ഡിസൈൻസ്, പിന്നെ രാഹുലിൻ്റെ തന്നെ രാജവാടി ഡിസൈൻസ്, അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വീണ്ടും ചോദിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇന്ന് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടും ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കും ഇതുണ്ടോ എന്നുള്ള രീതിക്ക് നമ്മളിത് സംസാരിക്കും. നമ്മൾ മാക്സിമം ഇനിയും കൊണ്ടുവരാൻ നോക്കാം. നല്ല നല്ല ഡിസൈൻസ് കിട്ടുമ്പോൾ നമ്മളത് വീണ്ടും കൊണ്ടുവരാൻ നോക്കാം. മിനിമം പർച്ചേസ് ക്വാണ്ടിറ്റി 10 പീസാണ്. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ സർവീസ്, പാഴ്സൽ, ഇത് 3 വഴിയും ഇന്ത്യയിൽ എവിടെയും ഷിപ്പിംഗ് പോസിബിളാണ്. അപ്പോൾ മെറ്റീരിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എവിടെയുള്ളവർക്കാണെങ്കിലും മെറ്റീരിയൽ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓർഡർ ചെയ്യാനായിട്ട്. പിന്നെ റേറ്റ് വന്നത് ഷിപ്പിംഗ് ചാർജ് വന്നത് കേരളത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് കഴിക്കുമ്പോൾ 140 രൂപ വരും 10 പീസിന്. കൊറിയറിനാണെന്നുണ്ടെങ്കിൽ 11 പീസിന് 100 രൂപ വരും. പാഴ്സൽ സർവീസ് വഴി അയക്കാൻ മിനിമം 40 പീസ് എടുക്കണം. അതിൻ്റെ റേറ്റ് വന്ന് 160 മുതൽ 190 രൂപ വരെയാണ്. ഓരോ സ്ഥലങ്ങളനുസരിച്ചാണ് റേറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ റേറ്റ് വന്നത്. എല്ലാ ആഴ്ചയിലും നമുക്ക് ഏകദേശം 50 മുതൽ 70 ഡിസൈൻസ് വരെ നമുക്ക് അപ്ഡേറ്റ് ആയി വരുന്നുണ്ട് ഇപ്പം നിലവിൽ. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒരു ലോട്ട് നമ്മൾ അതിൻ്റെ 10 ഡിസൈൻ ഇഷ്ടപ്പെട്ടുള്ളൂ, അതിൻ്റെ 10 ഡിസൈനിലെ കളേഴ്സ് നമ്മൾ മാറ്റി വയ്ക്കാം. അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിടണം എന്നുള്ളൊരു ഇത് മാത്രം നമ്മൾ പറയണുള്ളൂ. മാറ്റി വെച്ചിട്ട് അടുത്ത ലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാം. പാഴ്സലിൽ സർവീസിലേക്ക് ഒരു എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യണത് പാഴ്സൽ സർവീസിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൊറിയറിലും മറ്റേ ഇതിനകത്തൊന്നും എടുക്കാൻ നമ്മളങ്ങനെ ഒരുപാട് റെക്കമെൻഡ് ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ ഓഫ് മാർജിൻ ഇച്ചിരി കുറഞ്ഞു പോകും. മറ്റുള്ളവരത് എടുക്കുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നേരിട്ട് വന്ന് എടുത്താലും നേരിട്ട് വന്ന് എടുക്കണേക്കാളും ബെറ്റർ എപ്പോഴും പാഴ്സൽ സർവീസും കൂടി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റേറ്റാണ് വരുള്ളൂ. ഇപ്പോൾ ദൂരെ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യ പ്രാവശ്യം വരും, അവർ മെറ്റീരിയൽ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു, ഓക്കെ കമ്പനി എല്ലാം സെറ്റായി കഴിഞ്ഞാൽ അവർ പിന്നീട് അതെല്ലാം പാഴ്സൽ വഴിയാണ് അതാ ഏറ്റവും എളുപ്പം അവർക്ക് അങ്ങനെ എടുക്കാനാണ് എളുപ്പം. ഇപ്പോൾ കേരളത്തിൻ്റെ അകത്ത് എവിടെയാണെങ്കിലും 2 ദിവസം കൊണ്ട് ഐറ്റം കിട്ടും. എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരിച്ചാൽ നമ്മളത് മാക്സിമം ഫാസ്റ്റാക്കി ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കാം. നൈറ്റി മെറ്റീരിയൽ കൂടാണ്ട് തന്നെ കുർത്തീസ്, ടോപ്പ്, പിന്നെ അണ്ടർ സ്കേർട്ട്, കോട്ടൺ ഷോള്, സ്റ്റിച്ചഡ് നൈറ്റീസ് എല്ലാം നമുക്കുണ്ട്. അപ്പോൾ എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നെ ഐറ്റത്തിൻ്റെ ഫോട്ടോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇട്ടുതരും. പിന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാകും, കുറേ പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ലൈക്ക് ഐറ്റം തീർന്നുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ഇരുന്നത്. അപ്പോൾ ഐറ്റം ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്, ബാഗ് സ്റ്റോക്കും ഉണ്ട്. എന്നാലും ഐറ്റം തീർന്നു പോകുമ്പോൾ എല്ലാവരും ഓർഡറിനെ ശ്രദ്ധിക്കുക. ചില ഐറ്റംസൊക്കെ നമുക്ക് 60 പീസ് വരെയാണ് കിട്ടിയിട്ടുള്ളൂ ചില ഡിസൈനിലൊക്കെ. അപ്പം അങ്ങനെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇച്ചിരി സ്പീഡായിട്ട് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ പെട്ടെന്ന് വേണമെന്ന് ആരും കടുംപിടുത്തം പിടിക്കരുത്. മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്, ആരും റിപ്ലൈ കൊടുക്കാണ്ട് വിടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് അയച്ചു നാളെയാണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും മെറ്റീരിയൽ തീർന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ എന്നാ പറയുക സ്കിപ്പായി പോണത്. ഒരുപാട് പേര് പർച്ചേസ് ചെയ്യണില്ല, അപ്പം ഡിസൈൻസൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. നിങ്ങൾ നോക്കി വയ്ക്കുന്ന ഡിസൈനൊക്കെ പെട്ടെന്ന് തീർന്നു പോകണമായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്ട് മാക്സിമം പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഡിസൈൻസ് കിട്ടും. പിന്നെ ബണ്ടിലൊക്കെ ആയിട്ട് വേണം, അല്ല ബെയിലായിട്ട് വേണം എന്നൊക്കെ ഉള്ളത് നമ്മളടുത്ത് പറഞ്ഞാൽ മതി. ഡിസൈൻസ് അവൈലബിൾ അനുസരിച്ച് നമ്മൾ ഇട്ട് തരും. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾ വിളിച്ച് സംസാരിച്ചാൽ മതി. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഷോപ്പ് വർക്കിംഗ് ടൈമാണ്.
ആ സമയത്ത് വിളിക്കാൻ മാക്സിമം നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ കടയിൽ വെച്ചിട്ടാണ് പോകണം വൈകുന്നേരം, അന്നേരം വിളിച്ച് കഴിഞ്ഞാൽ റെസ്പോണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പേര് പറയാണ്ട് വിളിച്ചിട്ട് എടുക്കാനുള്ള റിപ്ലൈ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വിളിച്ചിട്ട് എടുക്കാത്തതിൻ്റെ കാര്യം ഇതാണ്, ആ വർക്കിംഗ് ടൈമിൽ എപ്പോൾ വിളിച്ചാലും നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കില്ല. പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിന് പുറത്തേക്ക് അയക്കേണ്ടതെന്നുണ്ടെങ്കിൽ മിനിമം ഇപ്പോൾ നമ്മളിപ്പോൾ 40 പീസാണ് എടുക്കുന്നത്, പാഴ്സലിലായിരിക്കും. പാഴ്സലിൽ ഇപ്പോൾ പുറത്തേക്ക് തമിഴ്നാടൊക്കെ ആണെങ്കിൽ 220 രൂപ, അതർ സ്റ്റേറ്റ് ആണെങ്കിൽ 250, 280 ആ റേഞ്ചിലാണ് വന്നത്. കുറച്ച് പീസൊക്കെ ഉള്ളെങ്കിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് കൊറിയറിനാക്കാൻ ബെറ്റർ ഇന്ത്യ പോസ്റ്റ് തന്നെയാണ്. ഒരു ഹോം ഡെലിവറിയും തരും. റേറ്റും കമ്പാരിറ്റീവ്ലി കൊറിയറിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ റേറ്റ് ഇന്ത്യ പോസ്റ്റിൻ്റെയാണ് പുറത്തേക്ക് വേണ്ടിയിട്ട്. കേരളത്തിൻ്റെ പുറത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, കേരളത്തിലുള്ള കാര്യമല്ല പറഞ്ഞത്. കേരളത്തിൽ എപ്പോഴും ബെറ്റർ പാഴ്സൽ സർവീസാണ്, അല്ലെങ്കിൽ കൊറിയർ തന്നെയാണ്. നിലവിൽ നമ്മൾ ഹോൾസെയിൽ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. റീറ്റെയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അറിയിക്കും. മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 10 പീസാണ് ഹോൾസെയിലിന്, അതിന് താഴെ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു 5 പീസ് കിട്ടുമോ 4 പീസ് കിട്ടുമോ എന്നൊക്കെ. ഹോൾസെയിലിൽ കിട്ടില്ല. പിന്നെ ഷോളെന്ന് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റ്, അതെന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റാണ്. ആ പാക്കറ്റിൽ 8 പീസാണ് വന്നത്, അത് അതുപോലെ തന്നെ എടുക്കണം. അണ്ടർ സ്കേർട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡസനാണ് വന്നത്, അതിനകത്ത് 12 കളേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ടി വരും. കുർത്തീസ്, ടോപ്പ് അതെല്ലാം സെറ്റ് വൈസാണ് വന്നത്, അതെല്ലാം സെറ്റ് വൈസ് തന്നെ എടുക്കേണ്ടി വരും. നിങ്ങൾ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഇതുണ്ടാവുന്നു, എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. അതൊന്നും സിംഗിൾ പീസായിട്ട് കിട്ടില്ല. പിന്നെ എന്നാ പറയാനുള്ള, ഇപ്പോൾ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനിൽ 30 പീസ്. ഇപ്പോൾ ഈ കാണുന്ന 5 ഡിഫറെൻറ്റ് കളറാണെന്നുണ്ടെങ്കിൽ ഓരോ കളറിനും ഈക്വലായിട്ട് 6 പീസ് വീതം ഉണ്ടാവും. അങ്ങനെയാണ് ബണ്ടിൽ വന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളതിൻ്റെ പകുതി എടുക്കുക, പകുതി എടുത്താലും ചെറിയ റേറ്റിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ബൾക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലും റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നേരം റേറ്റും കാര്യങ്ങൾ അറിയാൻ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വർദ്ധമാൻ, രാഹുൽ, ലാൽജിവാല, മഹാവീർ, അങ്ങനെ ഒരു 4-5 കമ്പനീസ് മാത്രമാണ് നമ്മളിവിടെ നിലവിൽ ചെയ്യുന്നത്. ഏതൊക്കെ കമ്പനീസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളെല്ലാ വീഡിയോയിലും പറയണ്ട. എന്നാലും മറ്റുള്ളവർ വീണ്ടും ചോദിക്കാറുണ്ട്, ഇന്ന കമ്പനി ഉണ്ടോ എന്ന്. ചിലത് നമ്മൾ കേൾക്കാത്ത കമ്പനി വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിൻ അത്യാവശ്യം ക്വാളിറ്റിയുള്ള എല്ലാ കമ്പനീസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കമ്പനീസൊക്കെ നമുക്ക് കിട്ടില്ല, ചില കമ്പനിയുടെ ഐറ്റംസൊക്കെ, അതൊക്കെ അങ്ങനെയാണ്. പിന്നെ രാഹുൽ ടെക്സോ പ്രിൻ്റാണ് നമ്മളിവിടെ ചെയ്യുന്ന ഐറ്റം, രാഹുൽ പ്രൊഡക്റ്റും അല്ല. പിന്നെ 3 രൂപേൻ്റെ മെറ്റീരിയൽ കുറച്ച് തീർന്നിരിക്കുകയുണ്ടോ, ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് മെറ്റീരിയൽ കിട്ടാനില്ലായിരുന്നു. 3 രൂപേൻ്റെ കുറച്ച് ഷോർട്ടേജാണ്. അപ്പോൾ മെറ്റീരിയൽ അടുത്ത് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു, 3 രൂപേൻ്റെ. അപ്പോൾ വരുവാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. പേര് സ്ഥലം അയച്ചു തന്നാൽ മതി, നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നിന്ന് എടുത്ത പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിൽ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യുക, ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓരോരോ തിരക്കിൻ്റെ ഇടയ്ക്കാണ്, അത് കാരണമാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനൊക്കെ മിസ്സാകുന്നത്. മിക്കവാറും നമ്മൾ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി, നമ്മൾ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഷോപ്പിൽ നേരിട്ട് വന്നെങ്കിൽ ഷോപ്പ് ലൊക്കേഷൻ ഗൂഗിളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ നേരിട്ട് വന്നവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം, അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. വർക്കിംഗ് ടൈമിൽ വരാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ ദൂരെ നിന്ന് വന്നവരൊന്ന് ജസ്റ്റ് വിളിച്ചിട്ടൊക്കെ വരിക കേട്ടോ. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം നിങ്ങൾ ഐറ്റം സെലക്ട് ചെയ്യണം. ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ബില്ലിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് മേടിക്കുള്ളൂ. ചിലർ നമ്മളിത് ഇങ്ങനെ ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ അപ്പോൾ തന്നെ ഗൂഗിൾ പേ നമ്പർ ആട്ടാ ഞാൻ പേ ചെയ്യാം എന്ന് പറയും. നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മളിപ്പോൾ ഒരു ഐറ്റം നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഐറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോപ്പർ സെയിൽ ഓർഡർ തന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് മേടിക്കാറുള്ളൂ. നിങ്ങൾക്ക് ബില്ലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബില്ലും കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് അയച്ചു തരും. അത് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി, ബില്ല് വേണം എന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കേട്ടിട്ട് ഒരുപാട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ലോൺ സൗകര്യത്തിൻ്റെ കേസ് വെച്ചിട്ട്. അത് നമ്മൾ പറഞ്ഞത് വേറൊന്നുമല്ല. ഇപ്പോൾ ഒരുപാട് ഗവൺമെൻറ് സ്കീംസ് അല്ല മറ്റുള്ള സൈഡിൽ നിന്നൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, കൂടുതൽ വ്യവസായ സൗഹൃദമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എസ്റ്റിമേറ്റ് ചോദിക്കും. ഇപ്പോൾ ബാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെങ്കിലും നിങ്ങളുടെ അടുത്ത് എസ്റ്റിമേറ്റ് ചോദിക്കും. അപ്പോൾ അതിനുള്ള എസ്റ്റിമേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായിട്ട് സമീപിച്ചാൽ മതി, നമ്മളത് നിങ്ങൾക്ക് തരും എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ചിലരത് ലോൺ സൗകര്യം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നുള്ളത് ഈ വീഡിയോയിൽ. നിങ്ങളിപ്പോൾ ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ത്യ പോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് മുമ്പ് വരെ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സ് നമ്മൾ അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും. കൊറിയർ പാഴ്സൽ സർവീസ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ് ഡിസ്പാച്ച് ചെയ്യണത്, അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കാരണമാണ്. അപ്പോൾ അതെല്ലാവരെയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു, ഇപ്പോൾ പേയ്മെൻറ്റ് ഇട്ട് ഇന്ന് അയക്കോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പം
ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്പാച്ചിങ് ടൈമിങ്സൊക്കെ. കൊറിയറിൽ അയക്കണ ഐറ്റം വിത്തിൻ 24 hour മിക്ക സ്ഥലത്തും ഡെലിവറി കിട്ടും. ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ 2 ദിവസം, പാഴ്സൽ സർവീസ് ആണെങ്കിൽ 2 ദിവസം. ഷോപ്പിൽ വെച്ചാണ് നമ്മൾ മിക്ക വീഡിയോയ്ക്കും സൗണ്ടും കാര്യങ്ങളെല്ലാം വോയിസ് എല്ലാം കൊടുക്കുന്നത്. അപ്പം റോഡ് സൈഡിലായതുകൊണ്ട് ചെറുതായിട്ട് നോയ്സും കാര്യങ്ങളൊക്കെ കയറി വരും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ മാക്സിമം നോയ്സ് കയറി വരാണ്ട രീതിക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇടയ്ക്ക് വല്ല വണ്ടിയുടെ ഹോണടിയും കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്കടുത്ത് ചോദിച്ചാൽ മതി, എന്തെങ്കിലും മനസ്സിലാത്ത കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യണതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇത് കൂടുതൽ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബണ്ടിലൊന്ന് കാണിക്കുകയാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബണ്ടിൽ കുറേ ഡിസൈൻ്റെയൊക്കെ ആദ്യം തന്നെ കാണിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏത് രീതിയിൽ നിങ്ങൾക്ക് വിളിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇപ്പം നല്ല രീതിക്ക് ബിസിനസ്സൊക്കെ ചെയ്യുക. എൻ്റെ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.